എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറേ പേർക്കുള്ളൊരു സംശയമാണ്, ഈ മാനിഫെസ്റ്റേഷനൊക്കെ സത്യമാണോ? എനിക്ക് തന്നെ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്, ഇതൊക്കെ സത്യമാണോ, ചുമ്മാ പറയല്ലേ, വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനായി എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടു. എനിക്ക് മാത്രമല്ല, മറ്റുള്ള വീഡിയോസിൻ്റെ അടിയിലും, അതായത് മറ്റ് മാനിഫെസ്റ്റേഷൻ വീഡിയോസിൻ്റെ അടിയിലും ഞാൻ ഇതുപോലെയുള്ള കമൻസൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കേണ്ടവർക്ക് അങ്ങനെ വിശ്വസിക്കാം. നമ്മുടെ വിശ്വാസം എന്താണോ അതാണ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു വിഷമാണ് പലർക്കും, എൻ്റെ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. ഞാൻ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാത്തത്? അത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. മാനിഫെസ്റ്റേഷൻ ഒരിക്കലും സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നാണോ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ അനുഭവിച്ചതായി ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്, എങ്കിൽ അവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാവും. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള ഈ വിശാലമായ പ്രപഞ്ചത്തോട് ശരിയായ രീതിയിൽ സംസാരിച്ചാൽ അത് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് തിരികെ നൽകും. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ്. പ്രപഞ്ചത്തോട് സംസാരിക്കേണ്ട ശരിയായ രീതി. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം ലഭിക്കും. ഇനി യൂണിവേഴ്സ് എന്നത് എന്താണ്? യൂണിവേഴ്സ് എന്നത് വെറും ആകാശവും നക്ഷത്രങ്ങളും മാത്രമല്ല. അത് ഒരേ സമയം എനർജി, ഇൻ്റലിജൻസ്, വൈബ്രേഷൻ ആകുന്നതാണ്. അത് ഒരേ സമയം നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ ആഗ്രഹങ്ങൾ കേൾക്കുന്ന ഒരു ശക്തിയാണിത്. സജീവവും ഉത്തരം പറയുന്നവയുമായ ഒരു ശബ്ദരഹിത കൂട്ടുകാരനാണ് യൂണിവേഴ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? യൂണിവേഴ്സ് നോ എന്നത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അതിൻ്റെ ശരിയായ രീതിയിൽ യൂണിവേഴ്സ് കാണുന്നുണ്ട്. സംസാരിക്കുന്നത് എങ്ങനെ? പ്രപഞ്ചത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആവശ്യം 3 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം ക്ലാരിറ്റി, അതായത് വ്യക്തത. ഏതൊരു കാര്യത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു സ്വപ്നത്തിനും വ്യക്തതയുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് സന്തോഷം വേണം എന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് എത്തരത്തിലുള്ള സന്തോഷമാണ് വേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. ഒരു നല്ല റിലേഷൻഷിപ്പാണ് എനിക്ക് വേണ്ടത് എങ്കിൽ ഞാൻ സംസാരിക്കേണ്ട രീതി, ഒരു സെക്യൂർ സോൾഫുൾ റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നല്ല, ആകർഷിക്കുന്നു എന്നാണ് അവിടെ പറയേണ്ടത്. വ്യക്തമായ വൈബ്രേഷൻസ് മാത്രമാണ് യൂണിവേഴ്സ് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യമാണ് ലാംഗ്വേജ്, അതായത് നമ്മുടെ ഭാഷ. യൂണിവേഴ്സിന് ഒരു ഭാഷയുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചാലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളല്ല യൂണിവേഴ്സ് അവിടെ മനസ്സിലാക്കുക. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി, അതാണ് യൂണിവേഴ്സ് മനസ്സിലാക്കുക. ഓൾവേസ് യൂസ് പോസിറ്റീവ് പ്രസൻറ്റ് ടെൻസ്. എപ്പോഴും സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം പ്രയോഗിക്കുക. എനിക്ക് കടം വരരുത്, എനിക്ക് അസുഖമുണ്ടാകരുത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ സംസാരിക്കരുത്. എന്നിലേക്ക് ധനം വരുന്നതായും ഞാൻ ഹെൽത്തിയായും നിങ്ങൾ സംസാരിക്കണം. പറ്റില്ല, കഴിയില്ല, ഭയം, നോക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. പകരം ഞാൻ യൂണിവേഴ്സിനൊപ്പം സഹകരിച്ചുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു ഉറച്ച വിശ്വാസമാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. ഫീലിങ്സ് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അനുഭവം. ഡ്രൈ ആയ വാക്കുകൾ യൂണിവേഴ്സ് കേൾക്കുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ എത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യണം. അതിനുശേഷം ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ട ഫീലിങ്സ്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ആ നന്ദിയും സന്തോഷവും ഉള്ളിൽ നിന്നും വരണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ഫീലിങ്സ് കൊടുക്കുന്നു അത്രത്തോളമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുക.
അടുത്ത കാര്യമാണ് പ്രപഞ്ചത്തിൽ സംസാരിക്കാൻ നല്ല സമയം ഏതാണ്? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഏത് സമയത്താണ് പ്രപഞ്ചത്തോട് സംസാരിക്കേണ്ടത്? സബ് കോൺഷ്യസ് മൈൻഡ് മോസ്റ്റ് ആക്റ്റീവ് സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം ശാന്തമായ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉറക്കത്തിന് മുമ്പ്, നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഓപ്പൺ ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് പ്രപഞ്ചത്തോട് സംസാരിക്കാം. അതുപോലെ തന്നെ രാവിലെ ഉണരുന്ന സമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രയേഴ്സ്, അതുപോലെ സ്ക്രിപ്റ്റിംഗ്, അഫർമേഷൻസ് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണ്. പ്രാർത്ഥന പോലെയല്ല നിങ്ങൾ യൂണിവേഴ്സിനോട് സംസാരിക്കേണ്ടത്. നിങ്ങൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് സംസാരിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ സമയങ്ങൾ മാത്രമല്ല നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടത് എന്നാണ്. നമ്മൾ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കാൻ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുക. ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കില്ല. എപ്പോഴും നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ ആ വന്ന ചിന്തയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിനെ പോസിറ്റീവിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ടിപ്പാണ്, നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് യൂണിവേഴ്സിനെ നോക്കി സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അഫർമേഷൻസ് പറയാം. ഐ ട്രസ്റ്റ് യു, താങ്ക് യു ഫോർ ഓൾവേസ് വർക്കിംഗ് ഇൻ മൈ ഫേവർ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കി നിരന്തരമായി സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അഫർമേഷൻസ് ഇതുപോലെ തന്നെ എവറിത്തിങ് ഈസ് ഓൾവേസ് വർക്കിംഗ് ഔട്ട് ഫോർ മീ എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം. അഫർമേഷൻസ് പോലെ ഇത് ദിവസത്തിൽ ഒരു 4-5 തവണ സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സ്ക്രിപ്റ്റിംഗ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജീവിതമാണ് വേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ പ്ലാൻ എനിക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് എനിക്ക് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജീവിതമാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെയ്യാവുന്ന അടുത്ത മെത്തേഡാണ് വിഷ്വലൈസേഷൻ. കണ്ണടച്ച് അത് സംഭവിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ആ ഫീലിങ്സിലേക്ക് നിങ്ങളെത്തുക, അതിലേക്ക് ഇമോഷൻസ് കൊടുക്കുക. നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് ലഭിച്ചതായും അതിൻ്റെ സാലറി നിങ്ങൾക്ക് ലഭിച്ചതായും നിങ്ങൾ കാണുക. അതിലേക്ക് ഇമോഷൻസ് കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക യൂണിവേഴ്സിനോട്. ഞാൻ ആഗ്രഹിച്ച എൻ്റെ സ്വപ്ന ജോലിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദി അറിയിക്കുക. ഇനി അടുത്തതാണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ തുടർച്ചയായി ബെഗ് ചെയ്യാതിരിക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ബെഗ് ചെയ്യലല്ല. എനിക്കത് തരുമോ എന്ന് ചോദിച്ച് ഒരിക്കലും നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല. നമ്മളൊരു ഹോട്ടലിൽ പോയി നമുക്കൊരു ഫുഡ് കഴിക്കണം, നമുക്കൊരു ബിരിയാണി കഴിക്കണം. നമ്മളവിടെ പോയി വെയിറ്ററോട് എനിക്കൊരു ബിരിയാണി തരുമോ എന്നല്ല സംസാരിക്കുക അല്ലെങ്കിൽ ചോദിക്കുക. നമുക്കൊരു ബിരിയാണി വേണം എന്ന് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുക. കാരണം ആ ബിരിയാണി കഴിക്കാനുള്ള അർഹത നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ആ ബിരിയാണിയുടെ പൈസ പേ ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആ ബിരിയാണി കഴിക്കാൻ അർഹനാണ് എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ ഒരു കാര്യത്തിനും ബെഗ് ചെയ്യാൻ നിൽക്കില്ല. അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് നിങ്ങൾ ഓൾറെഡി ഉറപ്പിച്ചിരിക്കണം, അങ്ങനെ വിശ്വസിച്ചിരിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഒരിക്കലും ബെഗ് ചെയ്യാൻ നിൽക്കില്ല. അതിനേക്കാൾ നല്ലത് ആത്മവിശ്വാസത്തോടെ യൂണിവേഴ്സിനോട് പറയുക, അതിനുശേഷം അത് വിട്ട് നൽകുക. അത് യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുക. ഇവിടെ സംശയം, ഭയം, അസൂയ എന്നീ ഇമോഷൻസാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായി നടക്കുന്നതല്ല. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രസ്റ്റ് ദി ടൈമിംഗ് ആണ്. നിങ്ങൾ എന്തെല്ലാം മാനിഫെസ്റ്റ് ചെയ്താലും യൂണിവേഴ്സിന് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ മാത്രമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുകയുള്ളൂ. നിങ്ങൾ ഈ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു ചെടി നട്ടു. നമ്മൾ ഇന്ന് നട്ട ചെടി നാളെ
പടർന്ന് പന്തലിക്കുകയില്ല. അതിനൊരു സമയമുണ്ട്. അത് വലുതാകാനും അതിൽ ഇല വരാനും അതിൽ പൂ വരാനും അതിൽ കാ വരാനും ഒക്കെ ഒരു സമയമുണ്ട്. ആ സമയത്തിനെ നമ്മൾ ബഹുമാനിക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. ഇത് യൂണിവേഴ്സിനോടുള്ള വിശ്വാസമാണ്. സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വൈബ്രേഷൻസ് ശരിയാണെങ്കിൽ എല്ലാം ശരിയായ സമയത്ത് സംഭവിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. ഐ അലോ ദ യൂണിവേഴ്സ് ടു വർക്ക് ഇറ്റ്സ് മാജിക് എന്ന മനോഭാവം സൂക്ഷിക്കുക. എപ്പോഴും യൂണിവേഴ്സിൻ്റെ മാജിക്കിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. ലെറ്റ് ഗോ ചെയ്യുക എന്നത് ഒരു ഗിവപ്പ് അല്ല. നിങ്ങളത് യൂണിവേഴ്സിന് നൽകുന്ന ഒരു വിശ്വാസമാണ്. അതിനു പകരം അതിന് കിട്ടാനുള്ള വിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുക. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, പ്രപഞ്ചം ഒരു മിററാണ്. നിങ്ങൾ പറയുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതുമാണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ എനർജി മാറ്റിയാൽ നിങ്ങളുടെ എൻ്റയർ റിയാലിറ്റി തന്നെ മാറുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്ന ഡീപ്പ് സ്പിരിച്വൽ കണ്ടൻറ്റിനെ കുറിച്ച് അറിയാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. താങ്ക് യു.